ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ആഗസ്റ്റ് 6. ഹിരോഷിമ നാഗസാക്കി നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ജപ്പാൻ. ഏത് യുദ്ധത്തിൻ്റെ ഭാഗമായാണ് ഹിരോഷിമ നാഗസാക്കി നഗരങ്ങളിൽ ആറ്റം ബോംബിട്ടത്? ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം. ഹിരോഷിമയിൽ അമേരിക്ക ബോംബിട്ടത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. അമേരിക്ക നാഗസാക്കി നഗരത്തിൽ ആറ്റം ബോംബിട്ടത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി നഗരങ്ങളിൽ ആറ്റം ബോംബിട്ടത് ഏത് രാജ്യമാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയിലെ ഏത് തുറമുഖം ജപ്പാൻ ആക്രമിച്ചതിൻ്റെ ഭാഗമായാണ് അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബിട്ടത്? ഉത്തരം പേൾ ഹാർബർ. ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ഇട്ട ആറ്റം ബോംബിൻ്റെ പേരെന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. ഹിരോഷിമയിലിട്ട ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൻ്റെ മുഖ്യ രാസവസ്തു ഏതാണ്? ഉത്തരം യുറേനിയം. ഏത് ബോംബർ പ്ലെയിൻ ഉപയോഗിച്ചാണ് അമേരിക്ക ഹിരോഷിമയിൽ ബോംബിട്ടത്? ഉത്തരം എനോള ഗേ. ജപ്പാനിൽ ആറ്റം ബോംബിട്ടപ്പോൾ ജപ്പാനിലെ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ഹിരോഹിറ്റ ചക്രവർത്തി. നാഗസാക്കി നഗരത്തിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ പേരെന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. ജപ്പാനിൽ ആറ്റം ബോംബിടാൻ ഉത്തരവ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. ജപ്പാൻ അമേരിക്കൻ തുറമുഖമായ പേൾ ഹാർബർ ആക്രമിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1941. ജപ്പാനിൽ ആറ്റം ബോംബിടാൻ തീരുമാനിച്ചത് ഏത് ഉച്ചകോടിയിലൂടെയാണ്? ഉത്തരം ക്യൂബെക് എഗ്രിമെൻറ്റ്. ക്യൂബെക് നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാനഡ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏതാണ്? ഉത്തരം ടോക്കിയോ. ഏത് പദ്ധതി പ്രകാരമാണ് അമേരിക്ക ആറ്റം ബോംബുകൾ വികസിപ്പിച്ചെടുത്തത്? ഉത്തരം മാൻഹാട്ടൻ പ്രൊജക്റ്റ്. ആറ്റം ബോംബിംഗ് സ്മരണാർത്ഥം പീസ് മെമ്മോറിയൽ ജപ്പാനിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹിരോഷിമ. ജപ്പാന്റെ തലസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ടോക്കിയോ. ഹിരോഷിമ നഗരത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ഒലിയാണ്ടർ. ജപ്പാനിൽ ആറ്റം ബോംബിടാൻ അമേരിക്കയ്ക്ക് പിന്തുണ നൽകിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബ്രിട്ടനും കാനഡയും. ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബിനെ അതിജീവിച്ചവർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഹിബാകുഷ.
ആറ്റം ബോംബിനെ തുടർന്ന് ഹിരോഷിമ നാഗസാക്കിയിലുമായി മരിച്ചത് എത്ര പേരാണ്? ഉത്തരം 2,00,000-ഓളം പേർ. നാഗസാക്കിയിലിട്ട ഫാറ്റ്മാൻ ആറ്റം ബോംബിൻ്റെ മുഖ്യ രാസവസ്തു ഏതാണ്? ഉത്തരം പ്ലൂട്ടോണിയം. ആറ്റം ബോംബിനെ തുടർന്ന് ജപ്പാൻ അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 15. താഴെ പറയുന്നവയിൽ ജപ്പാനിൽ നിന്നുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ. ജപ്പാനിലെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ്? ഉത്തരം 1996. ജപ്പാനിലെ പ്രശസ്തമായ അഗ്നിപർവ്വതം ഏതാണ്? ഉത്തരം മൗണ്ട് ഫുജി.